ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ 25 ചോദ്യങ്ങൾ, അതായത് ഏകദേശം 2019 മുതൽ 2017 വരെയുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് നോക്കാം. ഓക്കെ, 26ാമത്തെ ചോദ്യം നോക്കിയേ. ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ്. ഓപ്ഷൻ: വാട്ട് വാസ് ഹീ ഡൂയിങ്, വാട്ട് ഹീ വാസ് ഡൂയിങ്, വാട്ട് ഹീ ഡിഡ്, വാട്ട് ഹീ വുഡ് ഡൺ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ റിപ്പോർട്ടഡ് വാക്ക് കഴിഞ്ഞിട്ട്, അതായത് കണക്റ്റഡ് വാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും എന്ത് വരണം? സബ്ജക്റ്റ് വരണം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇവിടെ റിപ്പോർട്ടഡ് കഴിഞ്ഞ് വന്ന വാക്കെന്ന് പറയുന്നത് വാട്ടാണ്. അതായത് കണക്റ്റിംഗ് വേർഡായിട്ട് വാട്ട് വന്നു. വാട്ട് കഴിഞ്ഞാൽ എപ്പോഴും ആര് വരണം? സബ്ജക്റ്റ് വേണം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ നോക്കുമ്പോൾ, ഓപ്ഷൻ എയിൽ നോക്കുമ്പോൾ വാട്ട് വാസ് എന്നാണ് കേൾക്കുന്നത്. അവിടെ സബ്ജക്റ്റ് വന്നില്ല. അതുകൊണ്ട് എന്തിനെ പരിഗണിക്കേണ്ട? ഓപ്ഷൻ എ പരിഗണിക്കേണ്ട. രണ്ടാമത്തത് വാട്ട് ഹീ വാസ്. ഓപ്ഷൻ ബിയിൽ വാട്ട് ഹീ വാസ് ഓക്കെ ആണ്. മൂന്നാമത്തത് വാട്ട് ഹീ ഡിഡ്, അതും വാട്ട് കഴിഞ്ഞ് സബ്ജക്റ്റ് വന്നു. അടുത്തത് വാട്ട് ഹീ വുഡ്, അതും വാട്ട് കഴിഞ്ഞ് എന്ത് ചെയ്തു? സബ്ജക്റ്റ് വന്നു. ഇതിൽ നോക്ക്, ഇവിടെ ദേവനാരായണൻ ആസ്ക്ഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. ഇവിടെ ഓപ്ഷൻ ഡിയിൽ നോക്കുമ്പോൾ വാട്ട് ഹീ വുഡ് ഡൺ, ഈ വില്ല്, ഷാള്, വുഡ്, ഷുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരിക്കലും വെർബിൻ്റെ V3 ഒന്നും വരില്ല, ബേസ് ഫോമേ വരുള്ളൂ. അതുകൊണ്ട് വാട്ട് ഹീ വുഡ് എന്നുള്ള ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഡിയും ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ ബിയും ഉണ്ട്, ഓപ്ഷൻ സിയും ഉണ്ട്. വ്യക്തമായി നോക്ക്, വാട്ട് ഹീ ഡിഡ് എന്നുള്ളത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലല്ല. അതുകൊണ്ട് ആൻസർ ഏതാണ്? വാട്ട് ഹീ വാസ് ഡൂയിങ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ആൻസറിലേക്ക് എത്തിയത്? എന്ത് റൂളിലാണ് ആൻസറിലേക്ക് എത്തിയത്? നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് എന്ത് വരണം? സബ്ജക്റ്റ് വന്നിട്ടേ എന്ത് വരാൻ പാടുള്ളൂ? ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ. അത് ഓപ്ഷൻ ബിയിൽ പ്രകാരം നോക്കുമ്പോൾ വാട്ട് ഹീ വാസ് എന്ന് ആൻസർ വന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കമല സെഡ് ഐ ആം ലേറ്റ്. ഓക്കെ, കമല സെഡ് ഐ ആം ലേറ്റ്. ഇവിടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്, ഇതിലെ ടെൻസ് ഏതെന്നാണ്. ഇൻവെർട്ട് കോമയ്ക്കകത്തുള്ള ഭാഗം എന്ന് പറയുന്നത് ഐ ആം ലേറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഐ ആം ലേറ്റ്. അപ്പോൾ അത് എന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റായിട്ട് മാറണം. എന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റായിട്ട് മാറണം. അപ്പോൾ ആം എന്നുള്ളതിൻ്റെ പാസ്റ്റ് കൺസെപ്റ്റിലെ ഏത് വാക്കാണ് ഉള്ളതെന്ന് നോക്കാം. ദെൻ ഓപ്ഷൻ ഓരോന്നായിട്ട് നോക്കുമ്പോൾ ഓപ്ഷൻ എ, കമല സെഡ് ദാറ്റ് ഷീ ഈസ് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈസ് അല്ല ആൻസർ. രണ്ടാമത്തത് കമല സെഡ് ഷീ ഈസ്. അവിടെയും ഈസ് ആൻസർ വരില്ല. കമല സെഡ് ദാറ്റ് ഷീ വുഡ്. ഇവിടെ വില്ലോ ഷാളോ അങ്ങനെ വല്ലതും വന്നാൽ വുഡിനെ നോക്കേണ്ട കാര്യമുള്ളൂ. കമല സെഡ് ദാറ്റ് ഷീ വാസ്. ഇവിടെ വന്നപ്പോൾ ഏത് വന്നു? വാസ് വന്നു. സോ ആൻസർ ഏത്? ഓപ്ഷൻ ഡി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്തത്? ക്വസ്റ്റ്യൻ്റെ ഇൻവെർട്ട് കോമയ്ക്കകത്തുള്ള ഭാഗം എന്തായിരുന്നു? ഐ ആം ലേറ്റ്. ഇൻവെർട്ട് കോമയ്ക്കകത്തുള്ള ഭാഗം ഏതായിരുന്നു? ഐ ആം ലേറ്റ്. ആം എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ആം എന്നുള്ളത് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റായിട്ട് മാറണം. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ഡിയിൽ നോക്കിയപ്പോൾ മാത്രമാണ് നമുക്ക് പാസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി തിരഞ്ഞെടുത്തു. അടുത്ത ചോദ്യം നോക്കാം. ഡു യു ലൈക്ക് കോമിക്സ്? ചോദ്യം ശ്രദ്ധിച്ച്. ഡു യു ലൈക്ക് കോമിക്സ്? ഷീ ആസ്ക്ഡ് മീ. അപ്പോൾ നോക്ക്, ഡു യു ലൈക്ക് കോമിക്സ്. അപ്പോൾ ഇൻ്ററോഗേറ്റീവ് ആണ്, ചോദ്യരൂപത്തിലുള്ളതാണ്. അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ടെൻസിന് മാറ്റം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഡു ലൈക്ക്, അല്ലേ? ഡു ലൈക്ക്. ഡു ലൈക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. അത് എന്തായിട്ട് മാറണം? അത് പാസ്റ്റായിട്ട് മാറണം. എന്തായിട്ട് മാറണം? പാസ്റ്റായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ലൈക്ക്ഡ് എന്ന ഓപ്ഷന് ആൻസറിൽ വരണം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ എ നോക്കുമ്പോൾ ഇവിടെ നോക്ക്, ലൈക്ക് എന്നാണ് വന്നിരിക്കുന്നത്. സോ ആൻസറായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ നോക്കുമ്പോഴും ഹാവ് ലൈക്ക് പരിഗണിക്കേണ്ട. കാര്യം നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. മൂന്നാമത്തത് ലൈക്ക്ഡ് പരിഗണിക്കേണ്ടതാണ്. നാലാമത്തത് ലൈക്ക് പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ സിമ്പിൾ പാസ്റ്റായിട്ട് വന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. സോ ആൻസർ, ഷീ ആസ്ക്ഡ് മീ വെദർ ഐ ലൈക്ക്ഡ് കോമിക്സ്. അപ്പോൾ ആൻസറിലേക്ക് വന്നത് എങ്ങനെയാണ്? ചോദ്യം നോക്കി അതൊരു ഇൻ്ററോഗേറ്റീവ് ആണെന്ന് മനസ്സിലായി. ടെൻസ് നോക്കിയപ്പം ഡു ലൈക്ക് എന്ന് കണ്ടു. ഡു ലൈക്ക് എന്നുള്ളത് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ആൻസറിൽ എന്ത് വരണം? സിമ്പിൾ
പാസ്റ്റ് വരണം. ഓപ്ഷനിൽ സിയിൽ മാത്രമാണ് സിമ്പിൾ പാസ്റ്റ് വന്നത്. ഇവിടെയൊക്കെ നോക്കി ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും ഒക്കെ ഒരു വെദർ കിടക്കുന്നത് കണ്ടോ. അതായത് ക്വസ്റ്റ്യനുകളെ യെസ് ഓർ നോ ക്വസ്റ്റ്യനുകളെ റിപ്പോർട്ട് ചെയ്യുമ്പം കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ഇഫ് അല്ലെങ്കിൽ വെദറാണ്. നമുക്ക് ഈ ചോദ്യത്തിൽ അതൊന്നും നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് കൺട്രി ഡു യു കം ഫ്രം സെഡ് റാം. അപ്പോൾ വിച്ച് കൺട്രി, വിച്ച് എന്ന വാക്കിലാണ് തുടങ്ങിയത്. വിച്ച് കൺട്രി ഡു യു കം ഫ്രം. അപ്പോൾ ഇതും ഒരു ചോദ്യ രൂപത്തിലുള്ളതാണ്, പക്ഷേ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ടെൻസ് നോക്കാം. ഡു യു കം അല്ലേ. അപ്പോൾ ഡു കം, ഡു പ്ലസ് വെർബ്. ഡു പ്ലസ് വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതെന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറണം. എന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറണം. ഓപ്ഷനിൽ എവിടെയൊക്കെ സിമ്പിൾ പാസ്റ്റ്, അതായത് കെയിം എന്നുള്ള വാക്കുണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ നോക്കുമ്പോൾ ദാ കെയിം ഉണ്ട്, അപ്പോൾ അതിനെ പരിഗണിക്കണം. ഓപ്ഷൻ ബിയിൽ നോക്കുമ്പോൾ ഐ ആം കമ്മിങ് എന്നാണ്, അതിനെന്ത് ചെയ്യേണ്ട കാര്യമില്ല, പരിഗണിക്കേണ്ട. ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ ഓക്കെ ആർ കമ്മിങ്, അവിടെയും കണ്ടിന്യൂസ് ആണ്, എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പരിഗണിക്കേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണ് വേണ്ടത്. നാലാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ അവിടെ എന്ത് വരുന്നു? അവിടെ കെയിം വരുന്നു. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ എ ആണ് ആൻസർ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് നോക്കാം. റാം ആസ്ക്ഡ്, ഓപ്ഷൻ എ ഒന്നും കൂടെ നോക്കിയേ. റാം ആസ്ക്ഡ് വിച്ച് കൺട്രി യു കം അല്ലേ. ഇവിടെ എന്ത് വാക്ക് വന്നത്? യു എന്ന വാക്ക് വന്നു. ഓപ്ഷൻ ഡിയിൽ വന്നപ്പം റാം ആസ്ക്ഡ് വിച്ച് കൺട്രി ഐ കെയിം. ഓക്കെ, അപ്പോൾ യു കെയിം ആണോ ഐ കെയിം ആണോ എന്നാണ് വേണ്ടത്. അവിടെ നമുക്ക് ക്വസ്റ്റ്യനിലൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് കൺട്രി ഡു യു കം ഫ്രം സെഡ് റാം. രാം പറഞ്ഞു വിച്ച് കൺട്രി ഡു യു കം ഫ്രം, നീ ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നത് എന്ന് രാം പറഞ്ഞു. അപ്പോൾ രാം യു എന്ന് വിശേഷിപ്പിച്ചത് റിപ്പോർട്ട് ചെയ്യുന്ന ആളെയാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. കാര്യം രാം ആരെടുത്താണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ല. സെഡ് രാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ പരിഗണിക്കേണ്ടത് അത് ഫസ്റ്റ് പേഴ്സണായ നമ്മളോട് തന്നെയാണ് പറഞ്ഞത് എന്ന് പരിഗണിക്കണം. അതായത് ഫസ്റ്റ് പേഴ്സണായ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ കേട്ട ആൾ തന്നെയാണ്. അപ്പോൾ യു എന്ന് വിളിച്ചത് ആരെയാണ്? എന്നെയാണ് വിളിച്ചത്. സോ ആൻസർ ഏത് പരിഗണിക്കണം? ഐ പരിഗണിക്കണം. ആൻസർ ഏത്? ഓപ്ഷൻ ഡി. കുറച്ച് നല്ല ചോദ്യമാണ്. അപ്പോൾ ഇതിന് ആൻസറിലേക്ക് എത്തിയ ഘടകങ്ങൾ ഒന്നും കൂടെ നോക്കാം. ചോദ്യം നോക്കിയപ്പം ടെൻസ് മനസ്സിലാക്കി. ടെൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഡു കം എന്ന് വന്നപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ്. ആൻസറിൽ എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് വരണം. അപ്പോൾ കെയിം നോക്കിയപ്പം ഓപ്ഷൻ എയിലും കെയിം കണ്ടു, അതുപോലെ നമ്മൾ എവിടെയും കെയിം കണ്ടു? ഓപ്ഷൻ ഡിയിലും കെയിം കണ്ടു. അപ്പോൾ എയോ ഡിയോ ആണെന്ന് ആൻസർ മനസ്സിലാക്കി. ഇനി വേർതിരിച്ചെടുത്തത് എങ്ങനെയാണ്? ഡിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എയിൽ യു എന്നാണ് നിന്നത്, ഡിയിൽ ഐ എന്നാണ്. എങ്ങനെയാണ് അതിനെ എടുത്തത്? ഇവിടെ രാം സെഡ്, രാം പറഞ്ഞു, ആരെടുത്തോ പറഞ്ഞു, നീ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്. ആ യു ആരെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് ഫസ്റ്റ് പേഴ്സണായി തന്നെ എടുക്കണം. അങ്ങനെ നമ്മൾ ഏതെടുത്തു? റിപ്പോർട്ട് ചെയ്യുന്ന എന്നെ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 30ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഷീ സെഡ് ആർ യു റെഡി. അപ്പോൾ ആർ യു റെഡി എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അപ്പം ആർ എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് വരണം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വാസോ വേറോ ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ ഇവിടെ ആം ആണ് വന്നത്, സോ അതല്ല ആൻസർ. ഓപ്ഷൻ ബിയിൽ വാസ് വന്നു, സിമ്പിൾ പാസ്റ്റ് ആണ്, നോക്കാം. ഓപ്ഷൻ സിയിലും വാസ് വന്നു, സിമ്പിൾ പാസ്റ്റ് ആണ്, നോക്കാം. ഓപ്ഷൻ ഡിയിൽ ആം ആണ് വന്നത്, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇവിടെ ഏത് അർത്ഥത്തിലൊന്ന് നോക്ക്. ക്വസ്റ്റ്യൻ ആ ഓപ്ഷൻ ബി ഒന്ന് വായിക്കാം. ഷീ ആസ്ക്ഡ് ദാറ്റ് വെദർ ഐ വാസ് റെഡി. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഷീ ആസ്ക്ഡ് വെദർ ഐ വാസ് റെഡി. ബിയും സിയും വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ഇതാ ഇവിടെ ഒരു വാക്ക് ദാറ്റ് എന്ന് പറയുന്ന വാക്ക് എക്സ്ട്രാ കിടക്കുന്നു. യെസ് ഓർ നോ ക്വസ്റ്റ്യനെ കണക്ട് ചെയ്യുമ്പം കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? വെദർ എന്ന വാക്കാണ്. അത് ഓപ്ഷൻ ബിയിലും ഉണ്ട്, ഓപ്ഷൻ സിയിലും ഉണ്ട്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണക്റ്റിംഗ് വേർഡായ ദാറ്റും കൂടെ ഇവിടെ ഓപ്ഷൻ ബിയിൽ എഴുതിയിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏതല്ല ആൻസർ? ഓപ്ഷൻ ബി അല്ല ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി. അപ്പോൾ ആൻസറിലേക്ക് എത്തിയത് ഒന്നും കൂടെ നോക്കാം. ആർ യു റെഡി? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ആർ എന്ന വാക്ക് കണ്ടതുകൊണ്ട് അത് സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് മനസ്സിലായി. സിമ്പിൾ പ്രസൻ്റ് ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആക്കണം. സിമ്പിൾ പാസ്റ്റ് നോക്കിയപ്പോൾ ഓപ്ഷൻ ബിയിലും വാസ് കണ്ടു, ഓപ്ഷൻ സിയിലും വാസ് കണ്ടു. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ്.
നമ്മളെങ്ങനെയാണ് സിയിലേക്ക് എത്തിയത്? ഓപ്ഷൻ ബിയിൽ ദാറ്റ് എന്നും വെദർ എന്നും രണ്ട് കണക്റ്റിംഗ് വേർഡ് കണ്ടു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ കണക്റ്റിംഗ് വേർഡ് വെദർ ആണ്, ദാറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ആരെ ഒഴിവാക്കി? ബി എ ഒഴിവാക്കി. ആൻസർ സിയിലേക്ക് വന്നു. അടുത്ത ചോദ്യം നോക്കാം. He said that his father dash letters. അപ്പോൾ he said that എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെന്ന് മനസ്സിലായി. ആ ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് ഒരു ഡാഷ് വന്നിരിക്കുന്നത്. അപ്പോൾ he said that his father dash letters. അപ്പോൾ ഇത് സെഡ് എന്നുള്ളത് പാസ്റ്റ് കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം ഇത് കഴിഞ്ഞിട്ട് എന്ത് തന്നെ വരണം? പാസ്റ്റ് തന്നെ വരണം. ഓപ്ഷൻ എ ഹാവ് ആണ്, ഹാവ് റൈറ്റിംഗ് പറ്റില്ല. ഓപ്ഷൻ ബി ഈസ് റൈറ്റിംഗ് പറ്റില്ല, കാരണം രണ്ടും പ്രസൻ്റ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് വാസ് റൈറ്റിംഗ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വേർ റൈറ്റിംഗ്. അപ്പോൾ വാസ് റൈറ്റിംഗ് അല്ലെങ്കിൽ വേർ റൈറ്റിംഗ് ആണ് വരേണ്ടത്. ഇവിടെ നോക്ക്, ഹിസ് ഫാദർ എന്നാണ് കിടക്കുന്നത്. എന്താ കിടക്കുന്നത്? ഹിസ് ഫാദർ സിംഗുലർ ആയതുകൊണ്ട് തർക്കമൊന്നുമില്ലല്ലോ. ഏത് കൊടുക്കാം? ആൻസർ ഓപ്ഷൻ സി വാസ് റൈറ്റിംഗ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 32ാമത്തെ ചോദ്യം. പേഷ്യൻ്റ് ടു ഡോക്ടർ, ക്യാൻ ഐ ടുക്ക് സോളിഡ് ഫുഡ്. അപ്പോൾ ക്യാൻ എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബിൽ ആരംഭിച്ച ചോദ്യമാണിത്. എന്ന് പറഞ്ഞാൽ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദ്യത്തിനെ കൺവേർട്ട് ചെയ്യുന്നതിലോട്ട് നോക്കാം. അപ്പോൾ ക്യാൻ എന്ന വാക്കുണ്ട്. ഏത് വാക്കുണ്ട്? ക്യാൻ എന്ന വാക്കുണ്ട്. ക്യാൻ എന്ന വാക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ എന്താകണം? കുഡായിട്ട് മാറണം. നമുക്കത് ഓപ്ഷനിൽ എവിടെയൊക്കെ കുഡുണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ കുഡുണ്ട്, ഓപ്ഷൻ ബിയിൽ കുഡുണ്ട്, ഓപ്ഷൻ സിയിൽ കുഡുണ്ട്, ഓപ്ഷൻ ഡിയിൽ മാത്രം കുഡില്ല. അപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് മിസ്സായുള്ളൂ. ഓക്കെ, ബാക്കി 3 നിൽക്കുകയാണ്. എയും ബിയും സിയും നിൽക്കുകയാണ്. ഇനി എന്താ വരേണ്ടത്? ഇത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവുമ്പോൾ കണക്റ്റിംഗ് വേർഡ് വെദർ അല്ലെങ്കിൽ ഇഫ് വരണം. ഓപ്ഷൻ എയിൽ നോക്കാം. ദ പേഷ്യൻ്റ് ആസ്ക്ഡ് ദ ഡോക്ടർ. ഓക്കെ, അവിടെ കണക്റ്റിംഗ് വേർഡൊന്നും കാണാനില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ആൻസറായിട്ട് എടുക്കാൻ കഴിയില്ല. ഓപ്ഷൻ ബിയിൽ നോക്കുമ്പം ദ പേഷ്യൻ്റ് ആസ്ക്ഡ് ദ ഡോക്ടർ വെദർ. ഓക്കെ, വെദർ ഒന്ന്, അവിടെ കണക്റ്റിംഗ് വേർഡ് ഉണ്ട്. അടുത്തത് ഓപ്ഷൻ സിയിൽ നോക്കാം. ദ പേഷ്യൻ്റ് ആസ്ക്ഡ് ദ ഡോക്ടർ, അവിടെ എന്തുണ്ട്? വെദർ ഉണ്ട്. ഓക്കെ, വെദർ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായി വരേണ്ടത്, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസറായി വരേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ് കാരണം? കണക്റ്റിംഗ് വേർഡ്, അതായത് ക്വസ്റ്റ്യൻ വാക്കാണ് വെദർ എന്നുള്ളത്. വെദർ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എപ്പോഴും ആര് വരണം? സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് വന്നിട്ടേ ഓക്സിലറി വെർബ് വരാവൂ. അതായത് വെദർ ഷീ കുഡ് എന്ന് വരണം. ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബിയിൽ വന്നിരിക്കുന്നത് വെദർ കുഡ് ഷീ എന്നാണ്. അങ്ങനെ വരില്ല. ഓക്കെ, വെദർ കഴിഞ്ഞ് അല്ലെങ്കിൽ വാട്ട് കഴിഞ്ഞ് വിച്ച് കഴിഞ്ഞ് എന്ത് വരണം? സബ്ജക്റ്റ് വരണം. എവിടെ? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 33ാമത്തെ ചോദ്യം. കോൾ ദ ഫസ്റ്റ് വിറ്റ്നസ് സെഡ് ദ ജഡ്ജ്. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നതാണ് കോൾ ദ ഫസ്റ്റ് വിറ്റ്നസ്. അപ്പോൾ കോൾ എന്ന് പറയുന്ന വെർബിലാണ് ആരംഭിച്ചത്. വെർബിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് ചേഞ്ച് വരില്ല. കണക്റ്റിംഗ് വേർഡ് ടു ആണ്. അപ്പോൾ ടു കോൾ എന്ന് ഓപ്ഷനിൽ വരണം. ഓപ്ഷനിൽ ആര് വരണം? ടു കോൾ. ഓപ്ഷൻ എയിൽ നോക്കുമ്പോൾ കോൾഡ് ആൻസർ അല്ല. ഓപ്ഷൻ ബിയിൽ കോളേ കാണാനില്ല. ഇവിടെ വന്നപ്പോൾ വാസ് കോൾഡ് ആണ്, അതിനെയും പരിഗണിക്കണ്ട. ഓക്കെ, ടു കോൾ വരണം. ഓപ്ഷൻ സിയിൽ ടു കോൾ ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ ഈസ് കോൾഡ് ആണ്. ഈസ് കോൾഡിനെയും പരിഗണിക്കേണ്ട. സോ പെട്ടെന്ന് തന്നെ വന്നു. ഏതാണ്? ഓപ്ഷൻ സി, ടു കോൾ. ഇമ്പറേറ്റീവിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് ചേഞ്ച് വരില്ല, ടു ചേർത്ത് എഴുതണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 34ാമത്തെ ചോദ്യം. അപ്പു സെഡ് മൈ ടീച്ചർ ഡ്രൂ ദ പിക്ചർ. മൈ ടീച്ചർ ഡ്രൂ ദ പിക്ചർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെർബ് നോക്കാം. ഡ്രൂ, ഡ്രോയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രൂ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവണം. എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 എന്ന് വരണം. ഹാഡ് ഡ്രോൺ എന്ന് വരണം. ഡ്രൂവിൻ്റെ ഹാഡ് പ്ലസ് V3 രൂപ ഏതാണ്? ഹാഡ് ഡ്രോൺ എന്ന് വരണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എയിൽ ഡ്രൂ ആണ് വാക്ക്, സോ ആൻസർ അല്ല. ഓപ്ഷൻ ബിയിൽ ഹാഡ് ഡ്രോൺ ആണ്. ഓക്കെ, നോക്കാം. ഓപ്ഷൻ സിയിൽ ഹാസ് ഡ്രോൺ ആണ്, പറ്റില്ല. ഹാഡ് പ്ലസ് V3 വരണം.
ഓപ്ഷൻ ഡിയിൽ വെറും ഡ്രോൺ ആണ്, പറ്റില്ല. എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണം. എവിടെ മാത്രമേ വന്നുള്ളൂ? ഓപ്ഷൻ ബിയിൽ മാത്രമേ വന്നുള്ളൂ. ആൻസറിലേക്ക് എത്തിയത് എങ്ങനെ? സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു, അതിനെ എന്താക്കണം? ഹാഡ് പ്ലസ് V3 ആക്കണം. അങ്ങനെ ഹാഡ് പ്ലസ് V3 വന്നത് എവിടെ മാത്രം? ഓപ്ഷൻ ബിയിൽ മാത്രം. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാഹുൽ സെഡ് ഐ ആം ആംഗ്രി. അപ്പോൾ ഐ ആം ആംഗ്രി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആം എന്ന വാക്ക് വന്നു, അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ്. എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് വരണം. വാസ് അല്ലെങ്കിൽ വേറെ വരണം. നോക്കാം. ഓപ്ഷൻ എ ഹി ഈസ് ആംഗ്രി, അപ്പോൾ ഈസ് പറ്റില്ല. ഓപ്ഷൻ ബിയിൽ വാസ് ഉണ്ട്, നോക്കാം. ഓപ്ഷൻ സിയിൽ വാസ് ഉണ്ട്, നോക്കാം. ഓപ്ഷൻ ഡിയിൽ ആം ആണ്, പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നോക്കുമ്പോൾ നോക്ക്, ഇവിടെ ഓപ്ഷൻ ബിയിൽ ഹി എന്നാണ് വാക്ക്, ഓപ്ഷൻ സിയിൽ ഐ എന്നാണ് വാക്ക്. അപ്പോൾ ആരാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. രാഹുൽ സെഡ്, രാഹുൽ പറഞ്ഞു ഐ ആം ആംഗ്രി. ഐ ആം ആംഗ്രി എന്ന് രാഹുൽ പറഞ്ഞു. അത് വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറയൂ? രാഹുൽ പറഞ്ഞു അവന് ആംഗ്രിയാണ്, അവന് ദേഷ്യമാണ്. അപ്പോൾ അവൻ എന്നേ പറയുള്ളൂ, ഹി എന്നേ പറയുള്ളൂ. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. സോ ആൻസർ ഏത്? ഓപ്ഷൻ ബി. അപ്പോൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത്? സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ഐ ആം ആംഗ്രി ആയിരുന്നു സെൻറ്റൻസ്. അതിൽ ആം എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആൻസർ എഴുതണം. ഓപ്ഷനിൽ ഓപ്ഷൻ ബിയിലും വാസ് വന്നു, ഓപ്ഷൻ സിയിലും വാസ് വന്നു. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആയിരുന്നു. അതിൽ നിന്ന് ബി സെലക്ട് ചെയ്തത് എങ്ങനെ? ഐ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. എനിക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞു, റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറയും? അവന് ദേഷ്യമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടോം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ വേർ ഡിഡ് യു ഗോ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വേർ ഡിഡ് യു ഗോ. വേർ ഡിഡ് യു ഗോ എന്ന് പറയുന്നത് ഇൻ്ററോഗേറ്റീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, വേർ ഡിഡ് യു ഗോ, നീ എവിടെയാണ് പോകുന്നത്? അപ്പോൾ ടെൻസിന് ചേഞ്ച് വരുമല്ലോ. ടെൻസ് എങ്ങനെയാണ്? ഡിഡ് ഗോ. ഡിഡ് പ്ലസ് ഗോ എന്ന് പറയുന്നത് അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഡിഡ് ഗോ വെൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഡിഡ് ഗോയുടെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്, അതെന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 വരണം. ഗോയുടെ V3 എന്ന് പറഞ്ഞാൽ ഗോൺ. അപ്പോൾ ഹാഡ് ഗോൺ എന്ന് ആൻസറിൽ വരണം. ഏത് ആൻസറിൽ വരണം? ഹാഡ് ഗോൺ. ഓപ്ഷൻ എ ഹാസ് ഗോൺ ആൻസർ അല്ല. ഓപ്ഷൻ ബി ഹാഡ് ഗോൺ നോക്കാം. ഓപ്ഷൻ സി വെൻറ്റ് ആൻസർ അല്ല. ഓപ്ഷൻ ഡി ഗോ ആൻസർ അല്ല. എളുപ്പം കഴിഞ്ഞു. ആൻസർ ഏത്? ഓപ്ഷൻ ബി ഹാഡ് ഗോൺ. ആൻസറിലേക്ക് എത്തിയത് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് നോക്കിയപ്പം അത് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു. ആൻസറിൽ എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണം. അടുത്ത ചോദ്യം നോക്കാം. ആലീസ് ഡാഷ് ദാറ്റ് ഷീ ലൈക്ഡ് ഫ്രൂട്ട്സ് വിത്ത് ഐസ്ക്രീം. അത് ഇത്തരം ക്വസ്റ്റ്യനുകളൊക്കെ വളരെ റെയറാണ്. ഈ കാലഘട്ടത്തിലൊന്നും, ഈ അടുത്ത സമയത്തൊന്നും ഇങ്ങനെ വരാറില്ല. ഇത് 2016 ക്വസ്റ്റ്യനാണ്. ഇത്തരം ക്വസ്റ്റ്യനുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് കൺഫ്യൂഷൻ കൂട്ടും. നമുക്കൊന്ന് മനസ്സിലാക്കാം. ആലീസ് ഡാഷ് ദാറ്റ്, അപ്പോൾ ഇവിടെ ഒരു ഡാഷ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫില്ല് ചെയ്യേണ്ടത്. ഷീ ലൈക്ഡ് ഫ്രൂട്ട്സ് വിത്ത് ഐസ്ക്രീം. അപ്പോൾ ഇവിടെ ടോക്ഡ് വന്നു, സ്പോക്ക് വന്നു, ഡിസ്ക്രൈബ്ഡ് വന്നു, റിപ്ലൈഡ് വന്നു. ഇവിടെ ലൈക്ഡ് ഉള്ളത് കൊണ്ട് സ്പോക്കിനെ ഓക്കെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ, എന്നാലും സ്പോക്കിനെ ഒഴിവാക്കാൻ പറ്റില്ല. സ്പീക്കിൻ്റെ പാസ്റ്റ് ടെൻസ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം പാസ്റ്റ് ടെൻസ് ആണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് എടുക്കലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചോദിച്ചപ്പോൾ ആലീസ് മറുപടി പറഞ്ഞതായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ഒരുവിധം നമുക്ക് ഏതേ പറയാൻ പറ്റുള്ളൂ? റിപ്ലൈഡ്, മറുപടി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ടോക്ക്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ടോക്ക്ഡ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിസ്ക്രൈബ്ഡ് ആണോ എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ്ഡ് പറയാം. പക്ഷേ ഉള്ളതിൽ നല്ലത് ഏതെന്നേ എടുക്കാൻ കഴിയുള്ളൂ? റിപ്ലൈഡ് എന്നേ എടുക്കാൻ കഴിയുള്ളൂ. അത് ഒരു ഗസറ്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു നിലവാരം അതിനകത്തുണ്ട്. എങ്കിലും ഇത്തരം ക്വസ്റ്റ്യനുകൾക്ക് ചില അപാകതകളും ഉണ്ട്. ഓക്കെ, ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് കൊടുക്കാം? ആലീസ് റിപ്ലൈഡ് ദാറ്റ് ഷീ ലൈക്ഡ് ഫ്രൂട്ട്സ് വിത്ത് ഐസ്ക്രീംസ് എന്ന് നമുക്ക് ഒരു യുക്തി പ്രകാരം, ഒരു നല്ല മീനിങ് കിട്ടുന്നതിന് വേണ്ടി മാത്രം എന്ത് കൊടുക്കാം? റിപ്ലൈഡ് കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 38ാമത്തെ ചോദ്യം. ടീച്ചർ സെഡ് ടു ജാക്ക് ഡോണ്ട് ബി ലേറ്റ് എഗെയിൻ ടുമോറോ. അപ്പോൾ ഡോണ്ട് ബി ലേറ്റ് എഗെയിൻ ടുമോറോ എവിടുന്നാണ് തുടങ്ങിയത്? ഡോണ്ടിലാണ് തുടങ്ങിയത്. ഏതിലാണ്? ഡോണ്ട്. ഇമ്പറേറ്റീവ് ആണ്.
ഇമ്പറേറ്റീവിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് മാറ്റം വരൂല. ഡോണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഡോണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ടെൻസിന് മാറ്റം വരാത്തതുകൊണ്ട് നോട്ട് ടു ബി ലേറ്റ് എന്ന് വരണം. നമുക്ക് നോട്ട് ടു ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ എ ഡോണ്ട്, ആൻസർ അല്ല. ഓപ്ഷൻ ബി നോട്ട് ടു, ഓപ്ഷൻ സി നോട്ട് ടു, ഓപ്ഷൻ ഡി നോട്ട് ടു. 3 ഓപ്ഷൻ, ബിയും സിയും ഡിയും നോട്ട് ടു ബി എന്നുള്ള അർത്ഥത്തിലുണ്ട്. അപ്പോൾ ഇതിലെ ആരോ ഒരാളെയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കാം ഓരോന്നായിട്ട്. ഇവിടെ നോക്ക്, ടുമോറോ എന്നൊരു വാക്കുണ്ട്. ക്വസ്റ്റ്യനിൽ ഏത് വാക്കുണ്ട്? ടുമോറോ ഉണ്ട്. ടുമോറോ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറണം? ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്ന് മാറണം. ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിൽ ടുമോറോ എന്നേ ഉള്ളൂ. സോ ആരെയും വേണ്ട, ഇനി ഓപ്ഷൻ ബിയും വേണ്ട. ഓപ്ഷൻ സിയിൽ എന്തുണ്ട്? ദ നെക്സ്റ്റ് ഡേ ഉണ്ട്. ഓപ്ഷൻ ഡിയിലും ആരേ ഉള്ളൂ? ടുമോറോ എന്നുള്ളൂ. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. അപ്പോൾ ഇവിടെ ആൻസർ എത്താൻ 2 ഘടകങ്ങൾ നോക്കേണ്ടി വന്നു. ഒന്ന് ഇമ്പറേറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഡോണ്ട് എന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് നോട്ട് ടു എന്ന് വരണം. അങ്ങനെ നമ്മൾ ആരെ സെലക്ട് ചെയ്തു? നോട്ട് ടുവിനെ സെലക്ട് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ബിയിലും സിയിലും ഡിയിലും നോട്ട് ടു ഉണ്ടായിരുന്നു. പക്ഷേ ടുമോറോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറണം? ദ നെക്സ്റ്റ് ഡേ എന്ന് മാറണം. അതിവിടെ ഓപ്ഷൻ സിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആൻസർ ഏതെഴുതി? സിയിൽ എഴുതി. അപ്പോൾ ശ്രദ്ധിച്ചോ, ചില സമയത്ത് ഒറ്റയടിക്ക് കിട്ടും, ചില സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കേണ്ടിയും വരും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കീപ് ക്വയറ്റ് സെഡ് ദ മദർ ടു ദ ചൈൽഡ്. റിപ്പോർട്ടിങ്ങിൻ്റെ ആദ്യ ഭാഗം അവിടെ ഉണ്ട്. ദ മദർ ആസ്ക്ഡ് ദ ചൈൽഡ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? കീപ് ക്വയറ്റ്. ഇതാണ് സെൻറ്റൻസ്. കീപ് ക്വയറ്റ്. കീപ്പ് എന്ന് പറയുന്ന വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പറേറ്റീവാണ്. ഇമ്പറേറ്റീവിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൺസെപ്റ്റ്? ഒരുപാട് തവണ പറഞ്ഞല്ലോ. അത് ടെൻസിന് മാറ്റം വരില്ല, ടു ചേർത്ത് വരും. അപ്പോൾ ടു കീപ്പ് എന്ന് ഉള്ളതാണ് ആൻസർ. എന്താ വരണം? ടു കീപ്പ്. ഓപ്ഷൻ എയിൽ നോക്കുമ്പോൾ ഫോർ കീപ്പിംഗ്, ആൻസർ അല്ല. ഓപ്ഷൻ ബിയിൽ ടു കീപ്പ്, ഓക്കെ. ഓപ്ഷൻ സിയിൽ ഷുഡ് കീപ്പ്, ആൻസർ അല്ല. ഓപ്ഷൻ ഡിയിൽ വരുമ്പോൾ കെപ്റ്റ്, ടെൻസ് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി, ടു കീപ്പ്. ഇമ്പറേറ്റീവിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം വരില്ല, ടു ചേർത്ത് എഴുതണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 40ാമത്തെ ചോദ്യം നോക്കാം. ഹി സെഡ് അലാസ് ഇറ്റ് ഈസ് എ ഹെവി ലോസ്. അപ്പോൾ ഈ അലാസ് എന്ന വാക്കിവിടെ ശ്രദ്ധിച്ചോ? ഇതറിയാമോ ഇതൊക്കെ എന്താണെന്ന്? ഈ വാക്കുകളൊക്കെ വരുന്നത് എന്ത് സെൻറ്റൻസിലാണെന്ന് അറിയാമോ? ഓ ഹുറാ, അലാസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ, ഇങ്ങനെയൊക്കെ പറയുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലാണ്. ഏതാണ്? എക്സ്ക്ലമേറ്ററി. കണ്ടോ, ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി സൈനൊക്കെ കിടക്കുന്നത് കണ്ടോ? ഓക്കെ, അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററിയെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അത് നേരത്തെ ഒരു സെൻറ്റൻസിൽ പറഞ്ഞു, അത് ഇറ്റ് വാസ്. ഇപ്പോൾ ഇറ്റ് ഈസ് എന്നുള്ളത് ക്വസ്റ്റ്യനിലെ ഇറ്റ് ഈസ് എന്തായിട്ട് മാറും? ഇറ്റ് വാസ് എന്നായിട്ട് മാറും. ഓക്കെ, അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇറ്റ് വാസ് ഉള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ എ ഹി ടോൾഡ് ഇറ്റ് ഈസ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബിയിൽ ഇറ്റ് വാസ്. ഓക്കെ, ഓപ്ഷൻ സിയിൽ ഇറ്റ് വാസ്, ഓപ്ഷൻ ഡിയിലും ഇറ്റ് വാസ്. അപ്പോൾ 3 അടുത്ത് എന്ത് വന്നു? ഇറ്റ് വാസ് വന്നു. അപ്പോൾ ഒന്നുകിൽ ബി, സി, ഡി ഇതിലേതെങ്കിലും ഒരാളാണ് ആൻസറായിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി എന്ത് നോക്കാം? ഓപ്ഷൻ എ, ബി ഒന്ന് നോക്കാം. ഹി എക്സ്ക്ലെയിം ദാറ്റ്, ഓക്കെ, ഇറ്റ് വാസ് ഹെവി ലോസ്. മനസ്സിലാക്കേണ്ടത് ഇവിടെ എക്സ്ക്ലെയിം എന്ന് പറഞ്ഞാൽ പോരാ, എക്സ്ക്ലെയിംഡ് എന്ന് വരണം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ സ്റ്റേറ്റ്മെൻറ്റായാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എന്ത് വരണം? ദാറ്റ് വരണം. എവിടെയെങ്കിലും ദാറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്ക്. കണക്റ്റിംഗ് വേർഡ് ദാറ്റ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഓക്കെ, 2 കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? ബി അങ്ങ് ഒഴിവാക്കാം. ഇവിടെ ഒന്ന് ദാറ്റ് വന്നിട്ടില്ല, എക്സ്ക്ലൈംഡ് വന്നിട്ടില്ല. അതുപോലെ ഇനി നോക്കുന്നത് ഓപ്ഷൻ സി നോക്കാം. ഹി എക്സ്ക്ലൈംഡ് ദാറ്റ്, ഓക്കെ, ഹി എക്സ്ക്ലൈംഡ് ആൻഡ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ്. അപ്പോൾ കുറച്ച് കാര്യമായിട്ട് പറഞ്ഞു. ഹി എക്സ്ക്ലൈംഡ് പറഞ്ഞു, ദാറ്റ് വന്നു, ഒക്കെ വന്നു, എക്സ്ക്ലൈംഡ് വന്നു, ദാറ്റ് വന്നു, എല്ലാം വന്നു. ഇറ്റ് വാസ് എ ഹെവി ലോസ്. അപ്പോൾ അത് ഓക്കെയാണ്, ഏറെക്കുറെ അത് ആൻസർ ഓക്കെയാണ്. ഇനി ഡിയിലോട്ട് പോവാം. ഹി എക്സ്ക്ലൈംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ്. ഹി എക്സ്ക്ലൈംഡ് വിത്ത് സോറോ, കണ്ടോ, വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആൻസറാണ്. പക്ഷേ ഇവിടെ ഈ പരീക്ഷ നോക്ക്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്കൂൾ
ടീച്ചറായിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് കാണും. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഒന്നും ചെയ്തു പോവില്ല. പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ ഡി ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ എക്സ്ക്ലമേറ്ററി സെൻസും കൂടെ ഉൾക്കൊള്ളിച്ച് പറയണം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹീ സെഡ് അലാസ് ഇറ്റ് ഈസ് എ ഹെവി ലോസ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഹെവി ലോസ്, അതൊരു വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പം മറ്റൊരാൾ പറയുമ്പോൾ ഹീ എക്സ്ക്ലൈംഡ്, ഓപ്ഷൻ ഡി ഒന്ന് ശ്രദ്ധിക്ക്, ഹീ എക്സ്ക്ലൈംഡ് പറഞ്ഞിട്ട് എന്ത് വാക്കും കൂടെ ചേർത്തിരിക്കുന്നു? വിത്ത് സോറോ എന്ന് പറഞ്ഞാൽ അയാളുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും കൂടെ ചേർത്തിരിക്കുന്നു. ശരിക്കും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞതെന്ന് തോന്നിയാൽ വിത്ത് ഹാപ്പി അല്ലെങ്കിൽ വിത്ത് ഹാപ്പിനെസ് എന്ന് പറയും. ദുഃഖത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് സോറോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു അയാളുടെ ഒരു ഭാവവും കൂടെ, അയാളുടെ ആ ഒരു അപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡും കൂടെ ഉൾക്കൊണ്ട് പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ ഏറ്റവും ഉചിതമായ വേർഷൻ. അതുകൊണ്ട് ഇവിടെ ഏതായിട്ട് തിരഞ്ഞെടുക്കാം? ഓപ്ഷൻ ഡി നമുക്ക് ആൻസറായിട്ട് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ സി തെറ്റല്ല. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയിലും ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. കാര്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതിനേക്കാൾ ഉപരി ചൂസ് ദ ബെസ്റ്റ് ആൻസറാണ്. ചിലപ്പോൾ 4 ആൻസറിൽ 2 നല്ല ആൻസർ ആയിരിക്കും. അതിൽ ബെസ്റ്റ് സെലക്ട് ചെയ്യണം. കറക്റ്റിനേക്കാൾ ഉപരി എന്ത് സെലക്ട് ചെയ്യണം? ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്യണം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. പറഞ്ഞല്ലോ, പരീക്ഷ ആ നിലവാരത്തിലുള്ള പരീക്ഷ ആയതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 41ാമത്തെ ചോദ്യം, വേർ ഈസ് മൈ അംബ്രല? ജോൺ ആസ്ക്ഡ് ഹിസ് മദർ. വേർ ഈസ് മൈ അംബ്രല? വേർ ഈസ് മൈ അംബ്രല? ചോദ്യമാണല്ലോ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം വരുമല്ലോ. ഈസ് എന്നല്ലേ കിടക്കുന്നത്. ഈസ് എന്തായിട്ട് മാറണം? അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് അല്ലയോ, പാസ്റ്റായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ വാസ് ആയിട്ട് മാറണം. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ എ, വേർ ഹിസ് അംബ്രല വാസ് ഉണ്ട്, നോക്കാം. ഇവിടെ വന്നപ്പോൾ വേർ ഈസ് ആണ്, വേണ്ട. ഇവിടെ വന്നപ്പോഴും ഈസ് ആണ്, വേണ്ട. ഇവിടെ വന്നപ്പോഴും വാസ് ആണ്. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ എ വരണം, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി വരണം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, നിങ്ങൾ സെലക്ട് ചെയ്ത് കാണും. ആൻസർ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വേർ ഹിസ് അംബ്രല വാസ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വേർ വാസ് ഹിസ് അംബ്രല വാസ്. സോ ആൻസർ ഏത്? ആൻസർ ഓപ്ഷൻ എ. കാരണം ക്വസ്റ്റ്യൻ വാക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആര് വരണം? സബ്ജക്റ്റ് വരണം. ഇവിടെ ഓപ്ഷൻ ഡിയിൽ ക്വസ്റ്റ്യൻ വാക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരാണ് വന്നത്? ഓക്സിലറി വെർബാണ് വന്നത്. അങ്ങനെ വരാനായിട്ട് പാടില്ല. സോ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രവി, വേർ ഈസ് മൈ ബുക്ക്? അപ്പോൾ അതും ചോദ്യമാണല്ലോ. വേർ ഈസ് മൈ ബുക്ക്? അപ്പോൾ വേർ ഈസ് മൈ ബുക്ക് ഈസാണ്, പ്രസൻ്റാണ്, സിമ്പിൾ പ്രസൻ്റാണ്. സിമ്പിൾ പാസ്റ്റ് വരണം. ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഓപ്ഷൻ എയിൽ ഈസാണ്, വേണ്ട. ഓപ്ഷൻ ബിയിൽ വാസാണ്, നോക്കാം. ഓപ്ഷൻ സിയിൽ ഈസാണ്, വേണ്ട. ഓപ്ഷൻ ഡിയിൽ വാസാണ്, നോക്കാം. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. ആൻസർ പറ ഏതാണെന്ന്? ആൻസർ ഓപ്ഷൻ ഡി. കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ആര് വരണം? സബ്ജക്റ്റ് വരണം. വെയർ ഹിസ് ബുക്ക്. ഓപ്ഷൻ ബിയിൽ വെയർ വാസ് പറ്റില്ല. സോ ആൻസർ ഏത്? ആൻസർ ഓപ്ഷൻ ഡി. അപ്പോൾ ചോദ്യ വേർഡ് കഴിഞ്ഞ് സബ്ജക്റ്റ് തന്നെ വരണമെന്ന് എന്തുമാത്രം ക്വസ്റ്റ്യനിലാണ് PSC ചോദിച്ചിരിക്കുന്നത് നോക്കുക. ആ ഒരൊറ്റ ഇൻഫർമേഷൻ ഒരുപാട് ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ കണ്ടെത്താൻ സഹായിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം, ഹരി, ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. സ്റ്റേറ്റ്മെൻ്റാണ്, സബ്ജക്റ്റിൽ ആരംഭിച്ചു. ഐ വാസ്. അപ്പോൾ വാസ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് ഹാഡ് കൺസ്ട്രക്ഷനിലേക്ക് പോകണം. ശരിക്ക് വാസിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് രൂപം എന്ന് പറയുന്നത് ഹാഡ് ബീൻ ആണ്. എന്താണ്? ഹാഡ് ബീൻ ആണ്. വാസിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് ബീൻ ആണ്. ഓപ്ഷനിൽ ഹാഡ് ബീൻ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ വന്നപ്പം വേർ ആണ്, പറ്റില്ല. ഓപ്ഷൻ ബിയിൽ വന്നപ്പം ഹാസ് ബീൻ ആണ്, പറ്റില്ല. ഓപ്ഷൻ സിയിൽ വന്നപ്പം ഹാഡ് ബീൻ ആണ്, ഓക്കെ. ഓപ്ഷൻ ഡിയിൽ വന്നപ്പോൾ വാസ് ആണ്, പറ്റില്ല. അപ്പോൾ എളുപ്പം കഴിഞ്ഞു, ടെൻസിൽ തന്നെ കാര്യം കഴിഞ്ഞു. ആൻസർ ഏത്? ഹാഡ് ബീൻ. വാസ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ഹാഡ് ബീൻ എന്ന് വരണം. അടുത്ത ചോദ്യം നോക്കാം. 44. ഹി സെഡ് ദാറ്റ് ഹി ഡാഷ് എ പോയം.
അപ്പോൾ ഹീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ചാണെന്ന്. അപ്പോൾ ഈ ഡാഷാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. ഹീ സെഡ് ദാറ്റ് ഹീ ഡാഷ് എ പോയം. അപ്പോൾ ഈ സെഡ് വന്നതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്ത് പാസ്റ്റ് കൺസെപ്റ്റ് തന്നെ വരണം. ഓപ്ഷൻ നോക്കാം. വാസ് റിട്ടൺ പറ്റില്ല, പാസ്റ്റ് അല്ല. വാസ് റൈറ്റിംഗ് നോക്കാം. വിൽ റൈറ്റ് പറ്റില്ല, പാസ്റ്റ് വരണം. ഈസ് റൈറ്റിംഗ് പറ്റില്ല. ഓക്കെ, സോ ആൻസർ ഏത്? കാര്യം പാസ്റ്റ് വരണം. ഇവിടെ സെഡ് അല്ലേ നിന്നത്, സെഡ് നിന്നതുകൊണ്ട് ഇവിടെ ആര് തന്നെ വരണം, പാസ്റ്റ് തന്നെ വരണം. സോ ആൻസർ ഓപ്ഷനിൽ ഒരു പാസ്റ്റേ ഉള്ളൂ. ആൻസർ വാസ് റൈറ്റിംഗ്. അടുത്തതിലേക്ക് പോവാം. 45ാമത്തെ ചോദ്യം. ഡോണ്ട് ഓവർ ഈറ്റ് സെഡ് ദ ഡോക്ടർ ടു ദ പേഷ്യൻറ്റ്. ഡോണ്ട് ഓവർ ഈറ്റ്, ഡോണ്ടിൽ തുടങ്ങി, ഇമ്പറേറ്റീവാണ്. ഡോണ്ടിൽ തുടങ്ങുമ്പോൾ അത് നോട്ട് ടുവിൽ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓവർ ഈറ്റ് എന്നുള്ള ടെൻസും ചേഞ്ച് ആവില്ല. അപ്പോൾ നോട്ട് ടു ഓവർ ഈറ്റ് എന്ന് വരണം. എന്ത് വരണം? നോട്ട് ടു ഓവർ ഈറ്റ്. ഓപ്ഷൻ എ ഡിഡ് നോട്ട് ഓവർ ഈറ്റ്, അപ്പോൾ ആൻസർ അതല്ല. ഓപ്ഷൻ ബി നോട്ട് ടു ഓവർ ഈറ്റ് നോക്കാം. ഓപ്ഷൻ സി ഡോണ്ട് വരില്ല, നോട്ട് വരണം. ഓപ്ഷൻ ഡിയിൽ നോട്ട് ടു ഓവർ ഈറ്റ്. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. ഒന്ന് വായിക്കാം സെൻറ്റൻസ്. ദ ഡോക്ടർ വാണ്ട് ദ പേഷ്യൻറ്റ് നോട്ട് ടു ഓവർ ഈറ്റ്. ഓപ്ഷൻ ഡി ഒന്ന് വായിക്കാം. ദ ഡോക്ടർ റിക്വസ്റ്റഡ് ദ പേഷ്യൻറ്റ് നോട്ട് ടു ഓവർ ഈറ്റ്. ഇവിടെ വ്യത്യാസം വന്നത് എന്താണ്? ഇവിടെ റിക്വസ്റ്റഡ് എന്ന് വന്നു, ഇവിടെ ഏത് വന്നു? വാണ്ട് വന്നു. ഇതാണ് അവിടെ വ്യത്യാസം വന്നത്. സോ ആൻസർ ഏത് തന്നെ കൊടുക്കാം? ഓപ്ഷൻ ബി എന്ന് കൊടുക്കാം. കാര്യം ഡോക്ടർ എന്ത് ചെയ്യുന്നുമില്ല, റിക്വസ്റ്റ് ചെയ്യുന്നുമില്ല. ഓക്കെ, ഒരുപാട് ഓവർ ഈറ്റ് ചെയ്യരുതെന്ന് ഡോക്ടർ റിക്വസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് യുക്തിയല്ല. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 46. ഹരി സെഡ് ഐ ഹാവ് ബോട്ട് എ പെൻ. അപ്പോൾ ചോദ്യം എന്താണ്? ഐ ഹാവ് ബോട്ട് എ പെൻ. സ്റ്റേറ്റ്മെൻ്റ് ആണ്, സബ്ജക്റ്റിൽ ആരംഭിച്ചു. ടെൻസ് ഹാവ് ബോട്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. ഹാഡ് ബോട്ട് എന്ന് ആൻസറിൽ വരണം. ഹാഡ് ബോട്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹാഡ് ബോട്ട്, ഓക്കെ. ഓപ്ഷൻ ബി ബോട്ട് വേണ്ട. ഓപ്ഷൻ സി ബോട്ട് വേണ്ട. ഓപ്ഷൻ ഡി ഹാസ് ബോട്ട് വേണ്ട. ഹാഡ് പ്ലസ് V3 വന്ന ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ എളുപ്പമായി ആൻസർ ഏത്? ആൻസർ ഓപ്ഷൻ എ. അടുത്തതിലേക്ക് പോവാം. 47ാമത്തെ ക്വസ്റ്റ്യൻ. രാജു ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ടു ഗോ ഹോം ദാറ്റ് ഡേ. ഇപ്പോൾ രാജു ടോൾഡ് മീ ദാറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ചാണെന്ന്. അപ്പോൾ ടോൾഡ് വന്നു, പാസ്റ്റാണ്. ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഈ ഡാഷിൻ്റെ ഇവിടെ എന്ത് തന്നെ വരണം? പാസ്റ്റ് തന്നെ വരണം. ഓപ്ഷൻ നോക്ക്. ഓപ്ഷൻ എ വാണ്ട്സ്, പ്രസൻ്റ് ആണ്, വേണ്ട. ഓപ്ഷൻ ബി വിൽ വാണ്ട്, ഫ്യൂച്ചറാണ്, വേണ്ട. ഓപ്ഷൻ സി ഹാസ് വാണ്ടഡ്, പ്രസൻ്റ് ആണ്, വേണ്ട. ഓപ്ഷൻ ഡി വാണ്ടഡ്. ആൻസർ ഏത്? ഓപ്ഷൻ ഡി വാണ്ടഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 48. ഹി വിൽ സേ ഐ ആം നോട്ട് വെൽ. സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ഐ ആം നോട്ട് വെൽ, ഐ ആം നോട്ട് വെൽ. ഇവിടെ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് ഒന്ന് നോക്കിയേ. ഹി വിൽ സേ എന്താണ്? ഹി വിൽ സേ. നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്ത മിക്ക ക്വസ്റ്റ്യനുകളിലും ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് സെൻസ് ആയിരുന്നു. ഹി സെഡ് ദാറ്റ്, ദ ടീച്ചർ ടോൾഡ് മീ, എല്ലാം പാസ്റ്റ് ആയിരുന്നു. ഇവിടെ എന്ത് വന്നു? ഫ്യൂച്ചർ വന്നു. മനസ്സിലാക്കുക, ഈ ഫസ്റ്റ് പാർട്ടിൽ പ്രസൻറ്റോ ഫ്യൂച്ചറോ വന്നാൽ, ഫസ്റ്റ് പാർട്ടിൽ പ്രസൻറ്റോ ഫ്യൂച്ചറോ വന്നാൽ നമ്മൾ അടുത്തതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസ് മാറ്റം വരാൻ പാടില്ല. ശ്രദ്ധിക്കുക, ഫസ്റ്റ് പാർട്ടിൽ പ്രസൻറ്റോ ഫ്യൂച്ചറോ, ഇവിടെ ഫ്യൂച്ചർ കൺസെപ്റ്റാണ് വന്നത്. പ്രസൻറ്റോ ഫ്യൂച്ചറോ വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? തൊട്ടടുത്തതിൽ എന്ത് ചെയ്യാൻ പാടില്ല? ടെൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഐ ആം നോട്ട് വെൽ എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ആൻസറിലും സിമ്പിൾ പ്രസൻറ്റ് തന്നെ നിൽക്കണം. ഓക്കെ, അത് സിമ്പിൾ പ്രസൻറ്റ് ഉള്ള ആളുകളെയൊക്കെ പരിഗണിക്കാം. നോക്കാം. ഓപ്ഷൻ എ ഹി ഈസ്, പ്രസൻ്റ് ആണ്, പരിഗണിക്കാം. ഓപ്ഷൻ ബി ഹി ഈസ്, പ്രസൻ്റ് ആണ്, പരിഗണിക്കാം. ഓപ്ഷൻ സി ഹി വാസ്, പാസ്റ്റ് ആണ്, പരിഗണിക്കാൻ കഴിയില്ല. ഓപ്ഷൻ ഡി ഹി വാസ്, പാസ്റ്റ് ആണ്, പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി. ഓപ്ഷൻ എ ഒന്ന് വായിക്ക്. ഹി വിൽ സേ ദാറ്റ് ഹി ഈസ് നോട്ട് വെൽ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഹി വുഡ് സേ ദാറ്റ് ഹി വിൽ നോട്ട് വെൽ. ഇവിടെ ഹി വില്ല് ആയിരുന്നു ആദ്യത്തതിൽ, രണ്ടാമത്തത്
വുഡായി. അവിടെ അങ്ങനെ വില്ലിനെ വുഡൊന്നും ആക്കേണ്ട കാര്യമില്ല, ഫസ്റ്റ് പാർട്ട് അതുപോലെ തന്നെ നിൽക്കും. സോ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. ശ്രദ്ധിച്ചോ, വില്ലിനെ ഒന്നും മാറ്റാനുള്ള ആ ഫസ്റ്റ് പാർട്ടൊന്നും മാറ്റാനുള്ള അവകാശം ഇൻഡയറക്റ്റ് സ്പീച്ചിലില്ല. സോ ആൻസർ ഹി വിൽ സേ ദാറ്റ് ഹീ ഈസ് നോട്ട് വെൽ. അപ്പോൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് പാർട്ട് പ്രസൻറ്റോ പാസ്റ്റോ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ടെൻസ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും, കാര്യം പരീക്ഷ നോക്ക്. ഓക്കെ, ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ്, ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡൊക്കെ കാണൂലേ ചോദ്യത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 49. ടേൺ ദ ഫോളോയിങ് ഇൻറ്റു ഡയറക്റ്റ് ഫോം. ഓക്കെ, ഇൻറ്റു ഡയറക്റ്റ് ഫോം. സോറി, ഇത് ശരിക്കും വരേണ്ടത് ടേൺ ദ ഫോളോയിങ് ഇൻറ്റു ഇൻഡയറക്റ്റ് ഫോം എന്നാണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, കീറ്റ്സ് റോട്ട് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. അപ്പോൾ കീറ്റ്സ് പറഞ്ഞു, കീറ്റ്സ് എഴുതി എന്താണ്? എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. നമ്മൾ ചർച്ച ചെയ്തു, യൂണിവേഴ്സൽ ട്രൂത്തും കോഡ്സും പ്രോവർബ് പോലെയുള്ള കൺസെപ്റ്റുകളൊന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസ് മാറ്റം വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഏത് തന്നെ നിൽക്കണം? ഈസ് തന്നെ നിൽക്കണം. ഓപ്ഷൻ എ നോക്കാം. എ തിങ് ഓഫ് ബ്യൂട്ടി വാസ്, പറ്റില്ല, ടെൻസ് മാറാൻ കഴിയില്ല. അടുത്തത് ഈസ് തന്നെയാണ്. ഓപ്ഷൻ സിയിലെത്തുമ്പോൾ വാസ് ആണ്, പറ്റില്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഈസ് തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. കീറ്റ്സ് റോട്ട് ദാറ്റ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. കീറ്റ്സ് എക്സ്ക്ലൈംഡ് ദാറ്റ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. ഇവിടെ റോട്ട് എന്നുള്ളത് മതി. എന്ത് ചെയ്യേണ്ട? എക്സ്ക്ലൈംഡ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കീറ്റ്സ് റോട്ട് എന്ന് മാത്രമുള്ള ആവശ്യമേ ഇവിടെ ഉള്ളൂ. ദെൻ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ പോലെയുള്ള സെൻറ്റൻസുകൾ, അതായത് നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്ത് ആയാലും കോട്സുകളായാലും അതുപോലെ പ്രോവർബുകളൊക്കെ എന്ത് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ അതേപോലെ തന്നെ അങ്ങ് എഴുതുന്നതാണ് അതിൻ്റെ ഒരു രീതി. അത് നോക്ക്, കീറ്റ്സ് റോട്ട്, ഇവിടെ റോട്ട് വന്നതുകൊണ്ട് ഇപ്പുറത്ത് ടെൻസ് ചേഞ്ച് ചെയ്യണമെന്ന് ഇല്ല. ചേഞ്ച് ചെയ്താൽ തെറ്റായി പോവും. അടുത്ത ചോദ്യം നോക്കാം. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യൻറ്റ്, ഡിഡ് യു ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്? ഡിഡ് യു ഈറ്റ് അല്ലേ? ഡിഡ് യു ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്? ഡിഡ് യു ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്? അപ്പോൾ അതും ശരിക്കൊരു ചോദ്യമാണ്, ചോദ്യമാർക്കും കൂടെ വേണം. ഡിഡ് യു ഈറ്റ്, അപ്പോൾ ഈ ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റാണ് അല്ലേ? ഡിഡ് ഈറ്റ് പാസ്റ്റാണ്, സിമ്പിൾ പാസ്റ്റാണ്. എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. ഹാഡ് അല്ലേ? ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഈറ്റൻ ആണ് V3. ഹാഡ് ഈറ്റൻ എന്ന് വരണം. ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ എ ഏറ്റ്, പറ്റില്ല. ഓപ്ഷൻ ബി ഹാഡ് ഈറ്റൻ, ഓക്കെ നോക്കാം. ഓപ്ഷൻ സി ഹാഡ് ഈറ്റൻ, അതും നോക്കാം. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ജോലി കൂടി. അപ്പോൾ ഒന്നും കൂടെ നോക്കിയാലേ പറ്റുള്ളൂ. ദ ഡോക്ടർ ആസ്ക്ഡ്, ഓപ്ഷൻ ബി ഒന്ന് വായിക്കാം. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യൻറ്റ് വെദർ ഹി ഹാഡ് ഈറ്റൻ എനിത്തിങ് ദിസ് മോർണിംഗ്. ഒരു ചെറിയൊരു സാധനം കിട്ടി. നോക്ക്, ഇവിടെ ദിസ് മോർണിംഗ് എന്നുള്ള വാക്കുണ്ട്. ഏതുണ്ട്? ദിസ് മോർണിംഗ്. ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ദിസ് എന്തായിട്ട് മാറണം? ദാറ്റ് ആവണം. അതായത് ദിസ് മോർണിംഗ് എന്നുള്ളത് ദാറ്റ് മോർണിംഗ് ആയിട്ട് മാറണം. ഓപ്ഷൻ ബിയിൽ ദിസ് മോർണിംഗ് തന്നെ വന്നു. സോ ആൻസർ ഓപ്ഷൻ ബിയുമല്ല. ഓപ്ഷൻ സിയിൽ നോക്കാം. ഹാഡ് ഈറ്റൻ എനിത്തിങ് ദാറ്റ് മോർണിംഗ്, അവിടെ ദാറ്റ് മോർണിംഗ് വന്നു. ഓപ്ഷൻ ഏതാണ്? സി. ഓപ്ഷൻ ഡിയിലോട്ട് വന്നപ്പോൾ നൺ ഓഫ് ദീസ് എന്ന് കിടക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ഫുള്ളായിട്ട് ഒന്നും കൂടെ നോക്കണം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. അപ്പോൾ ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യൻറ്റ്, കണക്റ്റിംഗ് വേർഡ് ഓക്കെ, വെദർ വന്നു. വെദർ ഹി ഹാഡ് ഈറ്റൻ എനിത്തിങ് ദാറ്റ് മോർണിംഗ്. സോ ആൻസർ ഏത്? ഓപ്ഷൻ സി. കണ്ടോ, നൺ ഓഫ് ദീസ് വരുമ്പോൾ നമ്മുടെ ജോലി കൂടുന്നത് കണ്ടോ. കാര്യം സിയും കൂടെ അല്ലെങ്കിൽ ആൻസർ നൺ ഓഫ് ദീസ് ആണ് എഴുതേണ്ടത്. അതുകൊണ്ട് ഒന്നും കൂടെ നമ്മളൊന്ന് നോക്കി. പരീക്ഷാ ഹാളിൽ അങ്ങനെ നിങ്ങൾ നോക്കിക്കൊള്ളണം. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തു. 2019 മുതൽ 2015 വരെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മളായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ പഠിക്കുക. ഇതിനൊരു നമ്മളെ പഠനത്തിന് ഒരു ഉത്സാഹത്തോടെ കാണുക. അതായത് നമ്മളൊരു ഗെയിമായിട്ട് കണ്ടു നോക്കുക. ഒരു പഠനത്തിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമായിട്ട് കണ്ടു നോക്ക്. അപ്പോൾ അതൊരു സന്തോഷകരമായ അവസ്ഥയായിരിക്കും. അല്ലാതെ ഒരു മറ്റൊരാളുടെ പ്രേരണയിൽ ചെയ്യുന്നതിനേക്കാളും ഒരു നല്ലൊരു ഗെയിമായി കണ്ടു പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല വിജയം കിട്ടും. ഓൾ ദ ബെസ്റ്റ്. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.